ഇനി തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരു യുവാവിന് നേരെ യുവാക്കളുടെ സംഘം ക്രൂരമർദ്ദനം നടത്തിയിരിക്കുന്നു. തിരുമല സ്വദേശി പ്രവീണിനാണ് മർദ്ദനമേറ്റത്. ഒരു സംഘം യുവാക്കൾ പ്രവീണിനെ ആളുമാറി മർദ്ദിക്കുകയും ദൃശ്യങ്ങൾ കാണാം. രാഹുൽ ജീനാഥ് വിവരങ്ങൾ നൽകാനായുണ്ട്. രാഹുൽ, ഒരു കൂട്ടം ആളുകൾ ഒരാളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മാത്രമല്ല, ഇത് ആളുമാറി മർദ്ദിക്കുന്നു എന്നുള്ളതാണ്. ആരെയാണെങ്കിലും ഇങ്ങനെ മർദ്ദിക്കാൻ പാടില്ല. എന്തായിരുന്നു സംഭവം? എങ്ങനെ പ്രവീൺ ചെന്ന് വിട്ടു? അക്ഷയ, 2 ദിവസം മുൻപുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആ സ്ഥലം അത് ശാന്തി കവാടമാണ്. ശാന്തി കവാടം, തൈക്കാട് ശാന്തി കവാടമാണ്. അതായത് സംസ്കാര ചടങ്ങിന് ശേഷം ഒരു സംഘം ഒരു യുവാവിനെ മർദ്ദിക്കുകയാണ്. അതായത് 14-ാം തീയതി പൂജപ്പുര സ്വദേശി വിഷ്ണു എന്ന യുവാവ് ആത്മഹത്യ ചെയ്യുന്നതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതായത് ഈ പൂജപ്പുര സ്വദേശി വിഷ്ണുവിനെതിരെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എത്തുന്നു. അതായത് തൻ്റെ സഹോദരിയെ വിഷ്ണു ശല്യപ്പെടുത്തുന്ന തരത്തിൽ മറ്റൊരു യുവാവ് പരാതി നൽകുന്നുണ്ട്. ആ പരാതിയെ തുടർന്ന് മനോവിഷമത്തിലാണ് വിഷ്ണു ആത്മഹത്യ എന്ന് ആരോപിച്ചുകൊണ്ട് ഈ പരാതി നൽകിയ വ്യക്തി അവിടെ എത്തി. ആ വ്യക്തിയെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ മർദ്ദിക്കുന്നത്. അതായത് തിരുമല സ്വദേശി പ്രവീൺ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നു. പരാതി കൊടുത്തയാൾ, അതായത് സഹോദരിയെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തയാളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ സംഘം മർദ്ദിക്കുക മാത്രമല്ല, പിന്നീട് കവർച്ച നടത്തുന്നുണ്ട്, കൊള്ളയടിക്കുന്നുണ്ട്, പിന്നീട് മറ്റൊരു സ്ഥലത്ത് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കുന്നുണ്ട്. എന്തായാലും 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഈ തിരുമല സ്വദേശി പ്രവീൺ ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. എന്തായാലും 7 പേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമ്പാനൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 7 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അക്ഷയ.